ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അത്യാവശ്യം ഒരു 4-5 മന്ത്സിൻ്റെ തന്നെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ ഇന്ന് ചെയ്യുന്നത് CPTയിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എപ്പോഴും എനിക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് മെസ്സേജ് റിസീവ് ചെയ്യുന്നത് CPTയിലെ ക്വസ്റ്റ്യൻസ്, അതുതന്നെ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുമോ, യൂട്യൂബിൽ CPC എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുമോ എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാനൊരു 2-3 പാർട്ടായിട്ട് ഒരു 10 to 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എല്ലാം ഈസി ക്വസ്റ്റ്യനും അല്ല, എല്ലാം ടഫ് ക്വസ്റ്റ്യനും അല്ല, എല്ലാ റേഞ്ചിലുള്ള മിക്സപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ എക്സാമിന് വരുന്ന ടൈപ്പ് സിമിലർ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A surgeon started with a diagnostic thoracoscopy. During the same surgical session, she completed a surgical thoracoscopy to control a hemorrhage. How would you report this procedure? സോ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സർജൻ ആദ്യം ഡയഗ്നോസ്റ്റിക് തൊറാക്കോസ്കോപ്പി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആ സെയിം സർജിക്കൽ സെഷനിൽ തന്നെ സർജൻ എന്ത് ചെയ്തിട്ടുണ്ട്? സർജിക്കൽ തൊറാക്കോസ്കോപ്പിയും ചെയ്തിട്ടുണ്ട്. ഹെമറേജ് വന്നപ്പോൾ, ബ്ലീഡിങ് വന്നപ്പോൾ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സർജിക്കൽ തൊറാക്കോസ്കോപ്പിയും ചെയ്തിട്ടുണ്ട്. ഡയഗ്നോസ്റ്റിക് തൊറാക്കോസ്കോപ്പിയും ചെയ്തിട്ടുണ്ട്, സർജിക്കലും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊസീജിയറിന് കോഡ് ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഗൈഡ് ലൈൻ അത്യാവശ്യം അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സെർച്ച് ചെയ്യും കൂടെ ചെയ്യാതെ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ത്രൂ ഔട്ട് നമ്മളുടെ CPT ബുക്കിലെ ഏതൊരു എൻഡോസ്കോപ്പി പ്രൊസീജിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഫസ്റ്റ് ലൈനിലുണ്ട് ഇതിൻ്റെ ആൻസർ കിടക്കുന്നത്. അതായത് ഡയഗ്നോസ്റ്റിക് തൊറാക്കോസ്കോപ്പിയും സർജിക്കൽ തൊറാക്കോസ്കോപ്പിയും, ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി പ്രൊസീജിയറും സർജിക്കൽ എൻഡോസ്കോപ്പി പ്രൊസീജിയറും ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു പേഷ്യൻറ്റിൽ തന്നെ ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി പ്രൊസീജിയറും സർജിക്കൽ എൻഡോസ്കോപ്പി പ്രൊസീജിയറും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡയഗ്നോസ്റ്റിക് സെപ്പറേറ്റ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് സർജിക്കലിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഈ ഗൈഡ് ലൈൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. സോ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് പേഷ്യൻറ്റിന് ഡയഗ്നോസ്റ്റിക് തൊറാക്കോസ്കോപ്പിയും ചെയ്തിട്ടുണ്ട്, സർജിക്കൽ തൊറാക്കോസ്കോപ്പിയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏതിന് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല? ഡയഗ്നോസ്റ്റിക്കിന് കോഡ് ചെയ്യണ്ട, പിന്നെ രണ്ടും സെപ്പറേറ്റ് കോഡ് ചെയ്യാൻ വേണ്ട. നമ്മൾ എന്തിനു മാത്രം കോഡ് ചെയ്താൽ മതി? സർജിക്കൽ തൊറാക്കോസ്കോപ്പീൻ്റെ കോഡ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് നമ്മുടെ ആൻസറിൽ എത്ര കോഡ്സ് വരും? ഒറ്റ കോഡേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഈസി ആയിട്ട് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മാക്സിമം എലിമിനേറ്റ് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ബിയും കളഞ്ഞ് സിയും കളഞ്ഞ് പിന്നെ വരുന്നത് A and D ആണ്. A and Dയിലെ കോഡ്സ് 32601ഉം 32654ഉം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ 2 കോഡ്സ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ 32601 നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഡയഗ്നോസ്റ്റിക് തൊറാക്കോസ്കോപ്പീൻ്റെ കോഡാണ്. 32654 ആണെങ്കിൽ സർജിക്കൽ തൊറാക്കോസ്കോപ്പി ടു കൺട്രോൾ ഹെമറേജിൻ്റെ കോഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് ചെയ്യേണ്ടത്? സർജിക്കലിൻ്റെ കോഡാണ് കോഡ് ചെയ്യേണ്ടത്. സർജിക്കലിൽ തന്നെ ഡയഗ്നോസ്റ്റിക്കും ഇൻക്ലൂഡഡ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻ ആണ്. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ഏതാ? D ആണ്. ഓക്കെ, ഗൈഡ് ലൈൻ അറിയാത്ത ഒരാൾ ഇതെങ്ങനെ കോഡ് ചെയ്യും? അവർ രണ്ടിനും കോഡ് ചെയ്യും, 32601ഉം 32654ഉം. എന്നിട്ട് അവരിങ്ങനെ തിങ്ക് ചെയ്യും, B ആണോ വരിക, C ആണോ വരിക, 59 ഇടണോ അതോ 59ഉം 51ഉം ഇടണോ എന്നൊക്കെ തിങ്ക് ചെയ്യും. പക്ഷേ ഗൈഡ് ലൈൻ അറിയുന്ന ഒരാളാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സർജിക്കലിന് മാത്രം കോഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Dr. Sakra performed a CABG. CABG എന്ന് പറഞ്ഞാൽ എന്താ? Coronary artery bypass graft surgery on Fred 5 months ago. Today, Dr. Sakra completed another coronary artery bypass using 3 venous graft with harvesting of a femoropopliteal vein segment. How would Dr. Sakra report her work for the current surgery? അപ്പോൾ നമുക്ക് മനസ്സിലായി ഏത് പ്രൊസീജിയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാ? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് സർജറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത്, എസ്പെഷ്യലി എൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ആൻസർ ടു ക്വസ്റ്റ്യൻ നോക്കണം. അതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി. എസ്പെഷ്യലി വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ, ലെങ്തിയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇരുന്ന് വായിക്കുന്നതിന് പകരം നിങ്ങൾ ആൻസർ നോക്കുക. അപ്പോൾ സിംഗിൾ കോഡൊക്കെ ഉള്ള ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും ഈസി. ഓക്കെ, അപ്പോൾ എന്നിട്ട് നിങ്ങളൊരു ഏകദേശം ഐഡിയ ഉണ്ടാക്കുക, ഇത് ഏത് ടോപ്പിക്കാണ്. എന്നിട്ട് ആ ടോപ്പിക്കിലേക്ക് പോയിട്ട് നിങ്ങൾ കോഡ്സ് കമ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ CPC എക്സാമിന്, ഇങ്ങനത്തെ എക്സാമിന് നമുക്ക് അതൊന്നും കൂടെ ഈസി ആയിട്ട് ആൻസർ കിട്ടാൻ പറ്റും. ഓക്കെ, പ്രൊഡക്ഷൻ സൈഡിലൊന്നും ഇത് വർക്കാവില്ല, നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതാണ് കുറച്ചും കൂടി എനിക്ക് ഇഫക്റ്റീവായിട്ട് തോന്നുക. പക്ഷേ ചില കേസിൽ ലൈക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലൊക്കെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്, ഇത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതുപോലത്തെ വേറെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമുക്കിപ്പം മോസ് സർജറി, ഓക്കെ, അങ്ങനത്തെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ ഈ ആൻസർ ടു ക്വസ്റ്റ്യനേക്കാളും ഞാൻ എന്ത് പ്രിഫർ ചെയ്യുന്നു, അതിൻ്റെ ഗൈഡ് ലൈൻസ്, നമ്മൾ അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ ഹൗ ടു പിക്ക് കോഡ് എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ആ മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ മൂവിങ് ഓൺ, നമ്മൾ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് കോഡ് പിക്ക് ചെയ്യേണ്ടത് നമ്മൾ നോക്കണം. ആർട്ടറി ഗ്രാഫ്റ്റ് ആണോ വീനസ് ഗ്രാഫ്റ്റ് ആണോ, ഇതൊന്നും ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യില്ല കേട്ടോ ഇവിടെ, കാരണം പിന്നെ ഭയങ്കര ലെങ്തറായി പോകും വീഡിയോ. ഞാൻ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിലൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ആർട്ടറി ഗ്രാഫ്റ്റ് ആണോ വീനസ് ഗ്രാഫ്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കാം. പിന്നെ എത്ര എണ്ണമാണ്, എത്ര ഗ്രാഫ്റ്റ് ആണ് എന്നുള്ളത് നോക്കാം. ഇനി കോമ്പിനേഷൻ ആണെങ്കിൽ അതിന് വേറെ ഗൈഡ് ലൈൻ വരുന്നുണ്ട്, എങ്ങനെ കോഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, യൂസിങ് 3 വീനസ് ഗ്രാഫ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന ഗ്രാഫ്റ്റ് വീനസ് ഗ്രാഫ്റ്റ് ആണ്, അത് തന്നെ 3 എണ്ണമാണ്. അതിൽ തന്നെ ഒരെണ്ണത്തിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഫിമറോപൊപ്ലീറ്റിയൽ വെയിൻ സെഗ്മെന്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേഗം കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിൻ്റെ പേജ് എടുക്കുക. നിങ്ങൾക്ക് ഏകദേശം കിട്ടി, നമ്മൾ ബുക്കിലത്തെ കോഡ്സ് നോക്കിയാൽ മതി, 33512 535 ആ പോർഷൻ്റെ ഭാഗം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിൻ്റെ സെക്ഷൻ, അതിൽ വീനസ് ഗ്രാഫ്റ്റ് എവിടെ വരുന്നു. അപ്പം നിങ്ങൾക്ക് ഒരു ഹെഡിങ് കിട്ടും, 33512 എന്താ, കൊറോണറി ആർട്ടറി ബൈപ്പാസ് വെയിൻ ഓൺലി 3 കൊറോണറി വീനസ് ഗ്രാഫ്റ്റ്സ്. ഓക്കെ, അപ്പോൾ വീനസ് ഗ്രാഫ്റ്റ്സ് ആണ് 3 എണ്ണമാണ്. കോഡ് ഏതാ വരുന്നത്, 33512 ആണ്. അപ്പോൾ തന്നെ നമുക്ക് 33512 ഇല്ലാത്ത 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം, ബിയും എലിമിനേറ്റ് ചെയ്യാം, ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എയും സിയും ആണ് ഉള്ളത്. അപ്പോൾ എയിലും സിയിലെയും കോഡ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ എയിലെയും സിയിലെയും ഫസ്റ്റ് കോഡ് സെയിം ആണ്, സെക്കൻഡ് കോഡ് സെയിം ആണ്, തേർഡ് കോഡും സെയിം ആണ്. ഡിഫറൻസ് എന്താ, സെക്കൻഡ് കോഡിലും തേർഡ് കോഡിലും മോഡിഫയർ 51 യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ഇവിടെയാണെങ്കിലും CPC എക്സാമിനാണെങ്കിലും ഒക്കെ നമുക്ക് അവിടെ അവർ മോഡിഫയർ 51 ഇട്ട് തന്നിട്ടുള്ള ഓപ്ഷൻസ് കാണും. അത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു പോയിൻ്റാണ്. അതായത് ഈ 33530 35572 എന്നൊക്കെ പറഞ്ഞതൊക്കെ ആഡ് ഓൺ കോഡ്സ് ആണ്. ആഡ് ഓൺ കോഡ്സിന് നമുക്ക് ഒരിക്കലും മോഡിഫയർ 51 ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ തന്നെ നമുക്ക് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, എയും എലിമിനേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ആൻസർ എന്താ, സി ആണ് ആൻസർ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പറയുന്നത് ഓരോ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ലാസ്റ്റ് മൊമെൻറ്റ് വെച്ചാണ് ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞത്, നാളെയാണ് എക്സാം, മറ്റന്നാളാണ് എക്സാം, ഇനി എന്താ ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും ഇടയിൽ ഈ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു 10 days പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. CPC എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഗൈഡ് ലൈൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു 10 ദിവസത്തെ ക്ലാസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് ചെയ്താലും മതി. ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. While playing at home, Riley dislocated his patella when he fell from a tree. The surgeon documented an open dislocation. Riley underwent a close treatment under anesthesia. How would you report the treatment? Question എന്താ പറയുന്നത്, റൈലി കളിക്കുന്നതിൻ്റെ ഇടക്ക്
ട്രീയിൽ നിന്ന് വീണു. ട്രീയിൽ നിന്ന് വീണിട്ട് ആൾക്ക് എന്താ പറ്റിയത്? പെറ്റല്ല എന്ന് പറഞ്ഞാൽ നീ ക്യാപ്പ് ഡിസ്ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് സർജൻ അത് ഡോക്യുമെന്റ് ചെയ്തു. ഓപ്പൺ ഡിസ്ലൊക്കേഷൻ ആണ്. അപ്പോൾ ഡയഗ്നോസിസ് ഓപ്പൺ ഡിസ്ലൊക്കേഷൻ ഓഫ് പെറ്റല്ല ആണ്. ഇനി റൈലി അണ്ടർവെന്റ് ക്ലോസ്ഡ് ട്രീറ്റ്മെന്റ് അണ്ടർ അനസ്തേഷ്യ. പ്രൊസീജിയർ എന്താ? ക്ലോസ്ഡ് ട്രീറ്റ്മെന്റ് അണ്ടർ അനസ്തേഷ്യ ആണ് പ്രൊസീജിയർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇടാൻ കാരണം ഇതിൽ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇവിടെ നമുക്ക് ഓപ്പൺ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ട്, ക്ലോസ്ഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. അതായത് ഓപ്പൺ ട്രീറ്റ്മെൻറ്റിന് അതായത് ഓപ്പൺ കണ്ടീഷൻസിന് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഓപ്പൺ ആവണമെന്നില്ല. അതുപോലെ ക്ലോസ്ഡ് കണ്ടീഷൻസിന് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് ക്ലോസ്ഡ് ആവണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ക്ലോസ്ഡ് ഫ്രാക്ചർ ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ആവാം, ഓപ്പൺ ട്രീറ്റ്മെൻറ്റ് ആവാം. ഓക്കെ, അപ്പം നിങ്ങൾ ICD കോഡാണോ എടുക്കുന്നത്, CPT കോഡാണോ എടുക്കുന്നതെന്ന് ആദ്യം നോക്കാം. CPT കോഡാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലോട്ട് പോവുക. ട്രീറ്റ്മെൻറ്റിൽ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് നോക്കാം. ICD പാർട്ടാണെങ്കിൽ എപ്പോഴും ഡയഗ്നോസിസിൽ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഡയഗ്നോസിസ് ഓപ്പൺ ഡിസ്ലൊക്കേഷൻ ആണ്, ട്രീറ്റ്മെൻറ്റ് എന്താ? ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് പറഞ്ഞു തരാൻ വേണ്ടി ഇട്ട ക്വസ്റ്റ്യൻ ആണ് ഞാനിത്. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. 27420, 560 ഉണ്ട്, 840 ഉണ്ട്, 562 ഉണ്ട്. അപ്പം എല്ലാം 27 സീരീസ് തന്നെയാണ്. അപ്പം നിങ്ങൾ ആ 4 കോഡ്സ് ഒന്ന് അടുത്തടുത്ത കോഡ്സ് ഒക്കെ ആയിരിക്കും, ഒരു പേജോ 2 പേജോ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള. അപ്പം നിങ്ങൾ ആ 4 കോഡ്സും എടുത്ത് കമ്പയർ ചെയ്യാം. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് എപ്പോഴും നിങ്ങൾ എല്ലാ കോഡ്സും അതായത് ഇപ്പം ആകെ 4 കോഡ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 4 കോഡ്സും നോക്കുക. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ശരിയായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ അതിലും കറക്റ്റ് ആയിരിക്കും, തേർഡ് ഓപ്ഷൻ എക്സാക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചാടിക്കയറി ഫസ്റ്റ് ഓപ്ഷൻ A കറക്റ്റ് ആണെന്ന് കൊടുത്താൽ നമുക്ക് തെറ്റിപ്പോകും ആൻസർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഓപ്ഷൻ ശരിയാണെന്ന് നമുക്ക് തോന്നിയാലും ബാക്കി ഓപ്ഷൻ തെറ്റാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ടൈം കൺസ്യൂമിങ് ആണ്, അത് കുറേ സമയം എടുക്കും. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എപ്പോഴും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ സജഷൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫസ്റ്റ് കോഡ് 27420 നോക്കുകയാണെങ്കിൽ റീകൺസ്ട്രക്ഷൻ ഓഫ് ഡിസ്ലൊക്കേറ്റിംഗ് പറ്റില്ല. അപ്പോൾ ഇവിടെയും ഡിസ്ലൊക്കേറ്റിംഗ് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ റീകൺസ്ട്രക്ഷൻ ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 27560 വരികയാണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പെറ്റലാർ ഡിസ്ലൊക്കേഷൻ വിത്തൗട്ട് അനസ്തേഷ്യ. അപ്പം ക്ലോസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്, പക്ഷേ വിത്തൗട്ട് അനസ്തേഷ്യ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ? അണ്ടർ അനസ്തേഷ്യ ആണ് പറയുന്നത്. അപ്പോൾ അതെന്തായാലും വരില്ല. 27560 എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 27840 വരുന്നുണ്ട് സിയിൽ. അപ്പോൾ 27840ൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താ? ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ആങ്കിൾ ഡിസ്ലൊക്കേഷൻ വിത്തൗട്ട് അനസ്തേഷ്യ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ആങ്കിളിനെ കുറിച്ച് പറയുന്നേ ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? പറ്റില്ല, നീ ക്യാപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 27840 വരാനും ഒരു നിവർത്തിയില്ല, സിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ D 27562 നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ക്ലോസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പെറ്റലാർ ഡിസ്ലൊക്കേഷൻ റിക്വയറിങ് അനസ്തേഷ്യ. അപ്പോൾ അതാണ് ഏറ്റവും എക്സാക്റ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? D വരും. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Roger had a rhinoplasty to correct damage caused by a broken nose. 1 year later, he had a secondary rhinoplasty with major revisions. At the end of the second surgery, the incisions were closed with a single layer technique. How would you report the second procedure? അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഓപ്ഷൻസ് നോക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം ആൻസറിൽ ഓപ്ഷൻസിലുള്ള കോഡ്സ് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നോക്കിയാലും മതി. ഈ ക്വസ്റ്റ്യൻ ആ സെക്കൻഡ് മെത്തേഡിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് ആദ്യം നമ്മൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ എന്തൊക്കെ കൊടുത്തിട്ടുള്ളത്? 30450 കൊടുത്തിട്ടുണ്ട്, 420 കൊടുത്തിട്ടുണ്ട്, 430 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 അടുത്തടുത്ത കോഡ്സ് ആണല്ലോ. ആ 3 കോഡ്സും ഒന്ന് വേഗം ബുക്കിൽ എടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ 30420 എന്ന് പറഞ്ഞാൽ റൈനോപ്ലാസ്റ്റി പ്രൈമറീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. 30430 ആൻഡ് 450 റൈനോപ്ലാസ്റ്റി സെക്കൻഡറീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചു നോക്കാം. പ്രൈമറി സെക്കൻഡറി എന്തെങ്കിലും ടേം കിട്ടുന്നുണ്ടോ? നമുക്ക് സെക്കൻഡറി ആണ് ക്വസ്റ്റ്യനിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 30420 എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ C എലിമിനേറ്റ് ചെയ്യാം.
ഓക്കെ, പിന്നെ 430 ആൻഡ് 450 തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഒന്നിൽ മേജർ റിവിഷൻ ആണ് പറയുന്നത്, മറ്റതിൽ മൈനർ റിവിഷൻ ആണ് പറയുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത് എന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ മേജർ റിവിഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഏത് എലിമിനേറ്റ് ചെയ്യാം? 430 എലിമിനേറ്റ് ചെയ്യാം. അതിൽ മൈനർ റിവിഷൻ ആണ് പറയുന്നത്. അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ളത് എ ആൻഡ് ബി ആണ്. ബിയിൽ അവിടെ മോഡിഫയർ 58 കൊടുത്തിട്ടുണ്ട്. മോഡിഫയർ 58 എന്താ? സ്റ്റേജ്ഡ് ഓർ റിലേറ്റഡ് പ്രൊസീജിയർ ഡ്യൂറിങ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് മോഡിഫയർ 58. അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇത് അതിൻ്റെ ബാക്കി പ്രൊസീജിയറായിട്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്? 1 ഇയർ ലേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഏത് ഒരു മേജർ പ്രൊസീജിയർ, മേ ബി ഒരു ഫ്രാക്ചറിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് പറയുന്നത് 90 ഡേയ്സ് 3 months ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 ഇയർ ലേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഇൻക്ലൂഡ് ആവില്ല. അതുകൊണ്ട് നമുക്ക് മോഡിഫയർ 58 ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആൻസർ വരുന്നത് എ ആണ്. Next question. An adult patient had the following immunizations with administration: yellow fever vaccine, subcutaneous injection, hepatitis B vaccine, IM injection, zoster vaccine, subcutaneous. How would you report these services? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്മ്യൂണൈസേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ അഡ്മിനിസ്ട്രേഷൻ നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതായത് ഒരുപാട് പേപ്പറിൽ ഇതിൻ്റെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് CPC എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ നിങ്ങൾ കോഡ്സ് എങ്ങനെയാണ് പിക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഹൗ ടു പിക്ക് കോഡ് എന്നുള്ളതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് സമ്മറി പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഇമ്മ്യൂണൈസേഷൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കതിൽ 2 സെറ്റ് ഓഫ് കോഡ്സ് ഉണ്ടാവും. ഒന്ന് അഡ്മിനിസ്ട്രേഷൻ കോഡും രണ്ടാമത്തത് വാക്സിൻസിൻ്റെ കോഡ്സും. അങ്ങനെ 2 സെറ്റ്സ് ഓഫ് കോഡ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇതിൽ അഡ്മിനിസ്ട്രേഷൻ കോഡ്സിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം വിത്ത് കൗൺസിലിംഗ് ആണോ വിത്തൗട്ട് കൗൺസിലിംഗ് ആണോ എന്നുള്ള കാര്യമൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൗൺസിലിങ്ങിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അഡൾട്ട് പേഷ്യൻ്റ് ആണ്, കൗൺസിലിങ്ങിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ അവിടെ കൗൺസിലിങ്ങിൻ്റെ കോഡ്സ് എലിമിനേറ്റ് ചെയ്യാം. ഈ കൗൺസിലിങ്ങിൻ്റെ കോഡ്സ് ആയിട്ട് വരുന്നത് നിങ്ങൾ ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും. 90460461 461 ആണ് വിത്ത് കൗൺസിലിംഗ് ആണെങ്കിലുള്ള കോഡ്. അപ്പോൾ അതുകൊണ്ട് ആ ഓപ്ഷൻ എയിൽ വരുന്ന 904604 461 ആ കോഡ് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ബാക്കി ഏതാ? 471 472 473 474 ഇതാണ് വിത്തൗട്ട് കൗൺസിലിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിൽ എന്താ കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ ആ 471 473 കോഡ്സൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ നോക്കേണ്ടത് ഏത് റൂട്ടാണ് വാക്സിനെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ യെല്ലോ ഫീവർ വാക്സിൻ്റെ റൂട്ട് എന്താ? സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ആണെങ്കിലോ IM എന്ന് പറഞ്ഞാൽ ഇൻട്രാമസ്ക്യുലാർ ഇഞ്ചക്ഷൻ ആണ്. സോസ്റ്റർ വാക്സിൻ ആണെങ്കിലോ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആണ്. അതായത് 2 സബ്ക്യൂട്ടേനിയസും ഒരു IM ആണ് നമ്മുടെ റൂട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ 171ഉം 9047 9047 ഒക്കെ കോഡ് ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഏതിലാണ് സബ്ക്യൂട്ടേനിയസ് വരുന്നത്, ഏതിലാണ് ഇൻട്രാമസ്ക്യുലാർ വരുന്നതെന്ന് നോക്കുക. അപ്പോൾ സബ്ക്യൂട്ടേനിയസ് ആണെങ്കിലും ഇൻട്രാമസ്ക്യുലാർ ആണെങ്കിലും 9047 വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 9047 1 വാക്സിനാണ് 9047 കോഡ് ചെയ്യേണ്ടത്. ഈച്ച് അഡീഷണൽ വാക്സിന് നമ്മൾ 9047 കോഡ് ചെയ്യണം. അപ്പം നമുക്കിവിടെ ടോട്ടലി 3 വാക്സിൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് വാക്സിന് 9047 കൊടുക്കുക, ബാക്കി 2 വാക്സിൻസിന് 9047 2 കൊടുക്കുക. അപ്പം നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സെറ്റ്സ് ഓഫ് കോഡ്സ് കിട്ടി. എന്താ? 90471 90472 2. അപ്പം നമുക്ക് ഏതും കൂടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റി? സിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. അതിൽ 9047 3 474 ഒക്കെയാണ്. അപ്പം അങ്ങനെ നമുക്ക് എ എലിമിനേറ്റ് ആയി, സി എലിമിനേറ്റ് ആയി. ഇനി നെക്സ്റ്റ് വാക്സിൻ്റെ കോഡ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ബിയിലെയും ഡിയിലെയും ബാക്കി കോഡ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2ലെയും വാക്സിൻ്റെ കോഡ്സ് സെയിം ആണ് തന്നിട്ടുള്ളത്. ഡിഫറൻസ് എന്താ തന്നിട്ടുള്ളത്? ഡിയിലെ എല്ലാ കോഡ്സിനും മോഡിഫയർ 51 കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മോഡിഫയർ 51 കൊടുക്കണോ വാക്സിന്?
അത് നമ്മുടെ ഒരു ഗൈഡ് ലൈനാണ്. വാക്സിൻ എന്നുള്ള ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഗൈഡ് ലൈനാണ്. അതായത് അഡ്മിനിസ്ട്രേഷൻ കോഡ്സിൻ്റെ കൂടെ വാക്സിൻ്റെ കോഡ്സ് കൊടുക്കുമ്പോൾ നമുക്കവിടെ മോഡിഫയർ 51 ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നമുക്ക് ഡിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, അതായത് അഡ്മിനിസ്ട്രേഷൻ്റെ കോഡ്സ് 90471 472 × 2, പിന്നെ 3 വാക്സിൻ്റെ കോഡ്സ്. മോഡിഫയർ 51ൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, സോ ഞാൻ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ആക്ച്വലി ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും പാർട്ട് 1 ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാം നിങ്ങളുടെ അടുത്ത്. പിന്നെ കമ്മിങ് ഡേയ്സിൽ ഞാൻ പാർട്ട് 2 പാർട്ട് 3 ഒക്കെ എന്തായാലും ചെയ്യാം കേട്ടോ. താങ്ക് യു.